വലിയ അവകാശവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊന്നും അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നില്ല. പിന്നെ ആരാ സ്നേഹിക്കുന്നത്? ഇവിടെ ഘോഷയാത്ര നടത്തുന്നവരും ഈ പാട്ടും കൂട്ടൊക്കെ ആയിട്ട് നടക്കുന്നവർക്കാണ് അള്ളാന്റെ റസൂലിന്റെ ഒരു സ്നേഹമുള്ളൂ. നമുക്കൊന്നും ഒരു സ്നേഹമില്ല. നമ്മൾ ഓർത്തു നോക്കി, എല്ലാ നബിമാരെയും നമ്മൾ സ്നേഹിക്കണമല്ലോ. ഏതെങ്കിലും ഒരു നബിയെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഈസാ നബിയോട് സ്നേഹമില്ല എന്നൊരാൾ പറഞ്ഞ അവന്റെ വിധി എന്താ? അവന് പിന്നെ മുഅ്മിൻ എന്ന് പറയൂ? അവന് മുസ്ലിം എന്ന പേര് പറയാൻ പറ്റുമോ? എനിക്ക് ഈസാ നബിയോട് വെറുപ്പാണെന്നൊരു മനുഷ്യൻ പറഞ്ഞ ഒരു ക്രിസ്ത്യാനി എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, ഞങ്ങളാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനാഘോഷം നടത്തുന്നത്, അതുകൊണ്ട് ഈസാ നബിയോട് മഹബത്തുള്ളത് ഞങ്ങൾക്ക്, ആ ആഘോഷം നടത്താത്ത നിങ്ങൾക്ക് ഈസാ നബിയോട് മഹബത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കുമോ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനാഘോഷം നടത്തി അവർക്ക് മാത്രമേ മഹബത്തുള്ളൂ, നമുക്കൊന്നും മഹബത്തില്ല എന്ന് പറയുന്നത് ഈ നസാറായുടെ വാദം പോലെയാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണെന്ന് തോന്നുന്നു റസൂലിനെ ആകെ സ്നേഹിക്കാൻ തുടങ്ങി. ഇപ്പോ കുറച്ച് ആൾക്കാരാണ്. നമ്മളെക്കാളൊക്കെ വലിയ മഹബത്തുള്ളവരായിരുന്നു സഹാബാക്കൾ. അവരുടെയൊക്കെ സ്നേഹത്തിന്റെ ഒരു അംശം പോലും നമ്മൾ സ്നേഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ, നമ്മൾ ഓർക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെ അവരെ സ്നേഹിച്ചത്, സഹാബാക്കളെ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന് തുല്യതയില്ലാത്ത സ്നേഹം. ഈ ആയത്തിന്റെ മുമ്പിൽ അവർക്ക് അള്ളാഹുവിന്റെ മുൻപ് പറയുവാൻ മറുപടിയുണ്ട്. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിചാരണ ചെയ്യും. മീസാൻ എന്ന തുലാസ് കൊണ്ട്. ഏതാ മീസാൻ എന്ന തുലാസ്? ഇനി അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക തുലാസ് കൊണ്ടുവരുന്നു ആരും വിചാരിക്കേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൂക്കാൻ ഉപയോഗിക്കുന്ന മീസാൻ. അതല്ലേ മീസാൻ? ഹുവല്ലാഹു അല്ലദീ അൻസലൽ കിതാബ വൽ മീസാൻ. നിന്നെ തൂക്കി നോക്കാൻ, നീ വിജയിയോ പരാജിതനോ എന്ന് തൂക്കി നോക്കാനുള്ള മീസാനാണ് നിന്റെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ തൂക്കുന്നത്. അപ്പൊ ഈ ആയത്ത് വെച്ച് തൂക്കുമ്പോ സഹാബാക്കൾക്ക് പറയാറുണ്ട് മറുപടി, അല്ലാഹുവേ നിന്റെ പ്രവാചകനെ ഏറ്റവും അധികം സ്നേഹിച്ചവരാ ഞങ്ങൾ. പ്രവാചകൻ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ ആ പ്രവാചകനോടൊപ്പം ഞങ്ങൾ കൂട്ടുനിന്നവരാ. പ്രവാചകൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ പ്രവാചകന് ഞങ്ങൾ താങ്ങും തളരുമായിരുന്നു റബ്ബേ. പ്രവാചകൻ അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രവാചകനെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ശരീരം ഛിന്ന ഭിന്നമായി പോകുമ്പോഴും, ഞങ്ങളുടെ ശരീരം വെട്ടിമുറിക്കപ്പെട്ട്, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ കരളുകൾ ശത്രുക്കളെടുത്ത് കടിച്ചു തുപ്പുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലിൽ ഒരു ചെറിയൊരു മുള്ളു തറയ്ക്കുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു, മക്കയിലെ മുശ്രിക്കുകൾ കഴുമരത്തിൽ കിടത്തിയിട്ട് ചോദിച്ചു, ഓ ഹുബൈബേ, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദാകുന്നത് നീ ഇഷ്ടപ്പെടുന്നു എന്നൊരു വാക്ക് നീ പറഞ്ഞാൽ ഈ നിമിഷം നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കും. എന്താ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി? ഹുബൈബ് കഴുമരത്തിൽ കിടന്ന് ആടിയാടി ഇവിടെ കിടന്നും ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നാലും, എന്റെ ശരീരം കഴുകന്മാര് കൊത്തിപ്പറക്കേണ്ടി വന്നാലും, എന്റെ പ്രവാചകൻ മദീനയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ആ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. എത്രത്തോളം മഹബത്തുണ്ടായിരുന്നു നമ്മൾ ഓർക്കണം. എത്രത്തോളം അവർ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ ശരീരത്തെക്കാൾ നമുക്ക് ബന്ധപ്പെട്ടവരാ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരാ. നമ്മുടെ ശരീരം പോലും നബി കഴിച്ചിട്ടേ ഉള്ളൂ എന്നാണ് സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. നബിയാണ് നമുക്ക് നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടത്. എങ്കിലേ നമ്മുടെ ഈമാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾക്ക് ഉപകരിക്കുകയുള്ളൂ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, സർവ്വ വസ്തുക്കളെക്കാളും താങ്കളെ ഞാൻ സ്നേഹിക്കുന്നു, എന്റെ നഫ്സൊഴികെ ഉമർ നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പറ്റില്ല ഉമർ. ആ സമയത്ത് ഉമർ പറഞ്ഞു, ഈ നിമിഷം എന്റെ നഫ്സിനെക്കാളും താങ്കളെ ഞാൻ പ്രിയപ്പെടുന്നു നബിയെ. അൽ ആനയ ഉമർ, ഇപ്പോഴാണ് ഉമറെ നീ യഥാർത്ഥ മുഅ്മിനായത് ഉമർ. നമ്മൾ ഓർക്കണം, നമ്മുടെ ശരീരത്തെക്കാൾ നമുക്ക് ബന്ധപ്പെട്ടത് പ്രവാചകനാണ്. ആ പ്രവാചകനെ സഹാബത്ത് അത്രത്തോളം സ്നേഹിച്ചിരുന്നു. സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചു എന്നൊക്കെ പറയാൻ എളുപ്പാ. എനിക്ക് എന്റെ ശരീരത്തെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹമെന്ന് പറയാൻ എളുപ്പാ.
നമ്മൾ ഓർത്തു നോക്കി, ഹുദൈബിയ സന്ധി നടക്കുന്ന വേളയിൽ ഒരു ശത്രുവായ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി ഉർവത്ത് ബിൻ മസ്ഊദാണ് വന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, അറബികളെ ഇന്നുവരെ ഏതെങ്കിലും ഒരു ഭരണകൂടം കീഴ്പ്പെടുത്തിയതായി നീ കേട്ടിട്ടുണ്ടോ? നിനക്ക് അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടോ? അത് നടക്കാൻ പോകുന്നില്ല. തന്നെയല്ല, നിന്റെ കൂടെയുള്ള ഈ ആളുകൾ അവർ ബുദ്ധി കുറഞ്ഞവരാണ്. പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ, അറബികൾ നിന്നെ കീഴ്പ്പെടുത്തുന്ന ഒരു ഘട്ടം വന്നാൽ അവരെ നിന്നെ ഇട്ടിട്ട് ഓടും. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോടൊരു പച്ച തെറി പറഞ്ഞിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനെ ഇട്ടിട്ട് ഞങ്ങൾ ഓടുമെന്നോ? വളരെ കുപിതരായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങേയറ്റം സൗമ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്രയധികം കോപിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ താടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സൗമ്യതയോടുകൂടെ അയാൾ സംസാരിക്കുകയാണ്. അറബികളുടെ ഒരു ശൈലിയാണ്, സ്നേഹം പ്രകടിപ്പിച്ചോട് സംസാരിക്കുമ്പോൾ താടി പിടിക്കും. ആ സമയത്ത് തൊട്ടടുത്ത് നിന്ന ഒരു സഹാബി തന്റെ വാളിന്റെ പിടികൊണ്ട് ആ ശത്രുവിന്റെ കൈ തട്ടിമാറ്റി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈ, താടിയിൽ നിന്ന് കൈയെടുക്കുക. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സഹാബത്തിന്റെ സ്നേഹമാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് സഹാബത്തിന്റെ പ്രവർത്തനം വീക്ഷിച്ചു. എന്നിട്ട് ശത്രുക്കളുടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പല രാജാക്കന്മാരുടെ മുമ്പിലും പോയിട്ടുണ്ട്. നജാഷിയുടെ അടുക്കൽ പോയിട്ടുണ്ട്, കിസ്രയുടെ അടുക്കൽ പോയിട്ടുണ്ട്, കൈസറിന്റെ അടുക്കൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു രാജാവിന്റെ പ്രജകളും മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് ഞാൻ കാണുന്നില്ല. മുഹമ്മദ് ഒന്ന് കാർപ്പിച്ച് തുപ്പിയാൽ ആ തുപ്പൽ വീഴുന്നത് ഒരു സഹാബിയുടെ കയ്യിലാണ്. അദ്ദേഹം അതിലത്തെ ശരീരത്ത് തൂക്കുകയാണ്. മുഹമ്മദിന്റെ മുമ്പിൽ നിന്ന് ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും അവര് തയ്യാറാകുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം മുഹമ്മദ് ആജ്ഞാപിച്ചാൽ ആ നിമിഷം അത് നിറവേറ്റാൻ വേണ്ടി അവര് തയ്യാറാകുന്നു. മുഹമ്മദിനോടുള്ള ബഹുമാനത്താൽ മുഹമ്മദിന്റെ മുഖത്തേക്ക് തല ഉയർത്തി പോലും നോക്കാൻ അവര് തയ്യാറാകുന്നില്ല. നമ്മൾ ഓർക്കണം, സ്വന്തം ശരീരത്തെക്കാളും അല്ലാഹുവിന്റെ പ്രവാചകനെ അവരെ സ്നേഹിച്ചു. നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനൊന്ന് തുപ്പിയാൽ അവരുടെ തുപ്പലും മേട്ടായി നമ്മൾ സഹിക്കൂ? ഇല്ല. എന്നാൽ നമ്മുടെ മക്കളുടെ തുപ്പലാണെങ്കിലോ പിന്നെ നമ്മൾ സഹിക്കും. എന്താ കാരണം? നമ്മുടെ മക്കളോട് അയാളോടില്ലാത്തൊരു സ്നേഹമുണ്ട്. ഇനി നമ്മുടെ തുപ്പലാണെങ്കിലോ അത് നമുക്ക് തിന്നാൻ വരെ തയ്യാറല്ലേ? ചെറുപ്പത്തിലൊക്കെ എന്തോരും മൂക്കട്ടേക്കാ തിന്നിരിക്കുന്നത്, കളിച്ചു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങി വരും. ചെളിമണ്ണൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരുപാട് തിന്നും. ഒരു അറപ്പുമില്ല, വെറുപ്പില്ല. എന്താ കാരണം? നമ്മളോടുള്ള മഹബത്താ. നമ്മുടെ കഫം നമുക്ക് തിന്നാൻ നമുക്ക് സാധിക്കുന്ന എന്തുകൊണ്ടാ? അത് പുറത്തുള്ളവർ കേൾക്കുമ്പോ കാണുമ്പോ അവനറപ്പാ, നമുക്ക് അറപ്പില്ല. നമുക്ക് നമ്മളോടുള്ള മഹബത്താ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ സ്വന്തം ശരീരത്തെക്കാളും പ്രവാചകനെ സ്നേഹിച്ചു. ആ സ്നേഹം കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തുപ്പുനീര് പോലും അവർ കുടിക്കാൻ തയ്യാറായിട്ടുള്ളത്. ശരീരത്തെക്കാൾ സ്നേഹിക്കാന്ന് പറയാതിപ്പ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ നോക്കണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി മുഅ്മിനീങ്ങൾക്ക് സ്വന്തം നഫ്സിനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഈ രൂപത്തിൽ സ്നേഹിച്ച സഹാബാക്കൾ അവർക്ക് പറയാനുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ കഥകൾ.